തിരുവനന്തപുരം കരമന കൈമരം മേഖലകളിൽ 40ഓളം പേരെ തെരുവുനായ ആക്രമിച്ചു. നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സംശയം. മണക്കാട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വെച്ചായിരുന്നു. ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും പട്ടി ബാക്കിൽ കൂടെ ഒന്ന് കടിച്ച് 2 കാലിലും കടി പറ്റി. അല്ല, ഞാൻ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിക്കായിരുന്നു. പാപ്പനം കൂടെ വെച്ചിട്ടായിരുന്നു കടിച്ചത്. അപ്പം എൻ്റെ ബാഗിലും എൻ്റെ ഡ്രസ്സിലൊക്കെ കയറി പിടിച്ചായിരുന്നു. പിന്നെ കാലിൽ ഒരഞ്ഞായിരുന്നു പട്ടിയുടെ നഖം കയറി. അങ്ങനെയാണ് ഇവിടെ വന്നത്. സംഭവം വെച്ചാല് റോഡ് കടക്കാൻ വേണ്ടി ഇക്കലേനും ഒരു പട്ടി വന്നിട്ട് ബാക്കിൽ നിന്ന് കാലിൻ്റെ അടി തിരിഞ്ഞ് വെച്ചിട്ട് ബാക്ക് അടിച്ചിട്ട് ഓടി ഇവിടെ അതിനായിട്ട് റോഡില്ലേ അവിടെ നിന്നാണ് സംഭവം. അഖിൽ ഷാ അൻസാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ ഷാ, എന്താണ് 40ഓളം ആൾക്കാരെയാണ് ഒരു തെരുവുനായ കടിച്ചിരിക്കുന്നത്? ഇത് തടയാൻ പറ്റിയില്ലേ? അപ്പോൾ വാർത്തകൾ അറിയാൻ അല്ലെങ്കിൽ ഈ സംഭവം അറിയാൻ മറ്റുള്ളവർ അറിയാൻ വൈകിയോ? എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം അവിടെ? പ്രജിൻ, ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ ഒരു അന്വേഷണം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തലസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ 40 പേരെ ഈ തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. ഈ പാപ്പനംകോട്, അതുപോലെ തന്നെ കൈമനം, കാരിക്കാമണ്ഡകം, കിള്ളിപ്പാലം, തമ്പാനൂർ, ആയുർവേദ കോളേജ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലാണ് ഈ തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എല്ലാവരെയും ആക്രമിച്ചത് ഒരു തെരുവുനായ തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നമ്മളെ അറിയിക്കുന്നത്. ഈ കടിയേറ്റവരിൽ പലരെയും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പേരുടെ ആർക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ കുറച്ച് കാര്യമായ പരിക്കുകളുള്ളത്. ബാക്കിയുള്ളവരൊക്കെ നിസ്സാര പരിക്കോട് കൂടി തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ വാക്സിനേഷൻ ആയി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഡോഗ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നിലവിൽ അവർ 2 വിഭാഗങ്ങളായി ഈ തെരുവുനായ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ അക്രമകാരിയായ തെരുവുനായെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രജിൻ, ശരി. അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങൾ നൽകിയത്. 40 പേരെയാണ് ഒരു തെരുവുനായ ഈ രീതിയിൽ ആക്രമിച്ചത്.